റുവാണ്ടയിലെത്തിയ ഒരു മലയാളി ജീവിക്കാനായി നടത്തിയ പോരാട്ടങ്ങളുടെ കഥയാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. ശ്രീ NRR നമ്പ്യാരുടെ ജീവിതകഥ, ഒപ്പം അക്കാലത്തെ റുവാണ്ടൻ ജീവിതത്തിൻ്റെ കഥകളും. നമുക്ക് ആ കഥകളിലേക്ക് വീണ്ടും പോകാം. ഈ സമയത്ത് ചെല്ലുമ്പോൾ റുവാണ്ടയിലെ അവസ്ഥ എന്താ, പൊതുവായിട്ടുള്ളൊരു സ്ഥിതി എന്താ? കാരണം 94 കൂട്ടക്കൊലകൾ നടക്കുന്നു. ഹുട്ടു ഗോത്രക്കാർ ടുട്സി ഗോത്രക്കാരായ 12 ലക്ഷത്തോളം പേരെ കൊന്നൊടുക്കിയിരിക്കുന്നു. ലോകത്തെ നടുക്കിക്കളഞ്ഞ കൂട്ടക്കൊല. അതിൻ്റെ ഒരു ബാക്കി പത്രം ആയിട്ടുള്ളൊരു കാലഘട്ടത്തിലല്ലേ അങ്ങോട്ട് ചെന്നിറങ്ങുന്നത്. അപ്പോൾ അവിടുത്തെ ആളുകളുടെ സ്ഥിതി എന്താ അന്നേരമൊക്കെ? വളരെ കഷ്ടമായിരുന്നു അന്നത്തെ കാര്യം. വെച്ച് കഴിഞ്ഞാൽ ഒന്ന്, ആവശ്യത്തിന് ജോലിയില്ല, ഉള്ള ഇൻഡസ്ട്രീസ് എല്ലാം നശിച്ചുപോയി. ഞങ്ങളുടെ കമ്പനി തന്നെ കാലത്തെ എല്ലാ ദിവസവും കാഷ്വൽ വർക്കേഴ്സിനെ എടുക്കും, ചില പ്രത്യേക പണിക്കൊക്കെ ആയിട്ട്. ഞങ്ങൾക്കൊരു 20 പേരെ ആവശ്യമുള്ളേ, പക്ഷെ ഞങ്ങളുടെ ഗേറ്റിലൊരു 300-350 പേരുണ്ടാവും. അതിനകത്തു നിന്നാണ് ഞങ്ങൾ 20 പേരെ സെലക്ട് ചെയ്യുന്നത്. അത്രയും ദയനീയമായിരുന്നു അന്നത്തെ സ്ഥിതി. ഇവരുടെയൊക്കെ ബന്ധുക്കൾ മരിച്ചിട്ടുണ്ടാവുമല്ലോ. അതായത് നമ്മൾ കാണുന്ന, നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്ന എല്ലാ ആൾക്കാരും എന്തെങ്കിലുമൊക്കെ രീതിയിൽ അത് അഫക്റ്റ് ചെയ്ത ആൾക്കാരാണ്. ഞാൻ കമ്പനിയുടെ ജനറൽ മാനേജറാണ് അന്നേരം, പക്ഷേ എനിക്ക് തന്നിരിക്കുന്ന ഒരു ടെക്നീഷ്യൻ്റെ വീടാണ്. അപ്പോൾ വേറൊരു ടെക്നീഷ്യൻ്റെ വീടുണ്ട്. ഈ ടെക്നീഷ്യൻ, എൻ്റെ വൈഫ് കെനിയക്കാരിയാണ്, ഇങ്ങേര് റുവാണ്ടക്കാരനാണ്. അവർക്ക് കുട്ടികളില്ല, പക്ഷെ ആ വീട്ടിൽ നിന്ന് 14 പിള്ളേരുണ്ട്. ഏറ്റവും ഇളയത് ഒരു ആൺകൊച്ചാണ്, അവനൊരു 7-8 വയസ്സുണ്ടാവും. അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ 1-2 വീട്ടിൽ അങ്ങനെ ഇതെല്ലാം ഇങ്ങേരുടെ ബന്ധുക്കളുടെയോ സഹോദരങ്ങളുടെയോ അല്ലെ അങ്ങനെയുള്ള ആൾക്കാരുടെ മക്കളാണ് ഇതെല്ലാം. ഇവരുടെ എല്ലാം പേരൻസ് മരിച്ചുപോയി, കൊല്ലപ്പെട്ടു. ഇതിനകത്ത് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ഈ ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വിടുമ്പോൾ 8-10 മക്കളുണ്ടെന്ന് വിചാരിക്കാം. ഇപ്പം പോകുന്ന ഓരോ ഗ്രൂപ്പിൻ്റെ കൂടെയും 1-2 പേരെ വിടും. എല്ലാവരെയും കൂടെ ഒന്നിച്ചു വിടില്ല. 1-2 രക്ഷപ്പെടട്ടെ എന്ന് വിചാരിച്ചു കാട് കയറി അങ്ങനെ അടുത്ത രാജ്യത്തേക്ക്, അതായത് നാട് വിട്ടു പോവുകയാണ്. ജീവഭയത്തോടെ നാട് വിട്ടു പോയിക്കൊണ്ടിരിക്കുക. കാരണവന്മാര് മക്കളെ ഓരോ സംഘത്തിന്റെ കൂടെ പറഞ്ഞു വിടുകയാണ്, നാട് വിട്ടു പോകുന്നവരുടെ. ഈ പിള്ളേർ എല്ലാത്തിനും കൂടെ ഒന്നിച്ചു വിട്ട് അതെല്ലാം കൂടെ കൊന്നു, എല്ലാവരും കൂടെ മരിച്ചു പോവില്ലേ. അതുകൊണ്ട് പലരും ചെതറി വിടുക. പക്ഷെ ഇവർ ഒരിക്കലും പിന്നെ കണ്ടുമുട്ടുമെന്ന് പോലും ഇല്ല. അതായത് അവർ അച്ഛനും അമ്മയും പോകുമ്പോൾ അവരുടെ കൂടെ പിള്ളേരുണ്ടാവും, പക്ഷെ അത് അവരുടെ പിള്ളേരാവും മാത്രമായിരിക്കില്ല. ഇതൊരു ഷെയറിംഗ് സിസ്റ്റത്തിലാണ്. ഓരോരുത്തരും പലായനം നടക്കുകയാണ്. നാട്ടിൽ നിന്ന് ജീവഭയത്തോടെ രക്ഷപ്പെട്ട് വനത്തിലേക്ക് പോയി ബുറുണ്ടിക്ക് അല്ലെങ്കിൽ ഉഗാണ്ടൻ സൈഡിലേക്ക് എല്ലാം 4 ബോർഡറിലേക്ക് അവർ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ പോകുന്നതിൻ്റെ ഇടയ്ക്കാണ് ഇവരെ കൊന്നുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ചില ഒരു 10% ഒക്കെയാണ് രക്ഷപ്പെട്ടു പോകുന്നത്. അങ്ങനെയൊക്കെ രക്ഷപ്പെട്ട പിള്ളേരാണ് ഈ ഇങ്ങർക്കുള്ളത്, ഇങ്ങരുടെ വീട്ടിലുള്ളത് 12 അതിനകത്ത് കുറച്ച് പ്രായമായവർ, ഏറ്റവും പ്രായമായ ഒരു 25-26 വയസ്സുള്ള പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി ഞങ്ങളുടെ വീട്ടിലെ ഹൗസ് ഗേളായിട്ട് അയാൾ വിട്ടു. എന്തെങ്കിലും പണി വേണമല്ലോ ഇവർക്ക്. അതിൻ്റെ തല ഇവിടുന്ന് വെട്ടിയിട്ട് പൊളന്നിട്ടുണ്ട്, ഇവിടെ ഒരു വെട്ടുണ്ട്. ഇതൊക്കെ മരിക്കാതെ രക്ഷപ്പെടുന്ന വെച്ച് കഴിഞ്ഞാൽ, അന്നത്തെ കാലത്ത് ഈ പാങ്ക എന്ന് പറഞ്ഞ നല്ല നീളത്തിലുള്ളൊരു വാളുണ്ട്. ഇത് വെച്ചിട്ടാണ് ഈ ആൾക്കാരെ കൊല്ലുന്നത്. വെട്ടിക്കൊല്ലുകയാണ് ചെയ്യുന്നത്. വെടിവെച്ച് കൊല്ലാൻ വേണേ, വെടിവെച്ച് കൊല്ലാൻ നമ്മൾ പൈസ കൊടുക്കണം. മരിക്കുന്ന ആള് പൈസ കൊടുക്കണം. എന്നെ വെടിവെച്ച് കൊല്ലൂ. അതായത് ഇത് ഒഴിവാക്കാം. അത് കാശുള്ളവരാണെങ്കിൽ കാശ് അവിടെ ഇവിടെയൊക്കെ മാറ്റിയൊക്കെ വെച്ചിട്ടുണ്ടാവില്ല. ഈ പൈസ ഇത്ര മില്യണെന്ന് ഏതാണ്ടുണ്ട്, അത്രയും കൊടുത്തു കഴിഞ്ഞാൽ വെട്ടിക്കൊല്ലുന്നതിന് പകരം വെടിവെച്ച് കൊല്ലും. അതൊരു കംഫർട്ടാണ് അല്ലേ, ലക്ഷറിയാണ്. അല്ലെങ്കിൽ വെട്ടിയിട്ടിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 2-3 ദിവസം കൊണ്ട് മരിക്കുള്ളൂ. ഇത് ചോര വാർന്നു വേണ്ടേ മരിക്കാൻ. അപ്പോൾ അത് അങ്ങനെ കടന്ന് വേണം മരിക്കാൻ. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കൈ പൈസ ഉള്ളവരെ വെടിവെച്ചു എന്നുള്ള പറഞ്ഞു. ഈ ഉണ്ടയ്ക്ക് കോസ്റ്റ്ലി ആണല്ലോ, വെട്ടിക്കൊല്ലുന്നതിന് ഇവർക്ക് ചിലവൊന്നുമില്ല. അപ്പോൾ പൈസ കൊടുത്തു കഴിഞ്ഞാൽ വലിയ കാശുകാരെയൊക്കെ വെടിവെച്ചും കൊല്ലും. കൊലപാതകത്തിന് മാറ്റമില്ല. അതും 100 ദിവസം കൊണ്ട്, ഒരു ദിവസം 10,000 പേര് വെച്ച് 1 മില്യൺ ആൾക്കാർ മരിക്കണമെങ്കിൽ 100 ദിവസം കൊണ്ട് തീർന്നു. ഇത്രയും ഫാസ്റ്റായിട്ട് നടന്നിരിക്കുന്ന ഒരു ജനസൈഡ് വേറെ ഇല്ല ലോകത്തില്ല. 100 ദിവസം കൊണ്ടാണ് ഈ 1 മില്യൺ, അതായത് 10 ലക്ഷം പേര്. പിന്നെയും 2-3 ലക്ഷം ആളുകളെ കാണാനില്ലെന്നും പറയുന്നത്. അവരെയൊക്കെ ഇപ്പോഴാണെന്ന് എനിക്ക് തോന്നുന്നു മാന്തി എടുത്തുകൊണ്ടിരിക്കുന്നത് മണ്ണിനടിയിൽ അല്ലേ, അസ്ഥികൂടങ്ങളായിട്ട്. അപ്പോൾ അത്ര ഫാസ്റ്റായിട്ട് നടന്നിരിക്കുന്ന ഒരു ജനസൈഡ് വേറെ ഇല്ല. ഇതുപോലുള്ള ആൾക്കാരാണ് അവിടെ താമസിക്കുന്നതല്ല. അപ്പം നമ്മൾ വലിയ ദുരിതം, നമ്മളെ വലിയ പ്രതിസന്ധി, ജീവിതം തീർന്നു എന്ന് വിചാരിച്ച് ചെല്ലുമ്പം അതിനേക്കാൾ പ്രശ്നക്കാരാ ചുറ്റും. ഞാൻ ചേട്ടാ, എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഏത് വ്യക്തിയും, അത് ഹുട്ടു ആവട്ടെ ടുട്സി ആവട്ടെ,
ഇവരൊക്കെ എന്നെക്കാളും വലിയ ദുരിതത്തിലുള്ളവരാണ്. എൻ്റെ ഒരു 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 ഗാർഡനർ പോലെ ഒരു പയ്യനുണ്ടായിരുന്നു, കമ്പനിയുടെ തന്നെ ജോലിക്കാരനാണ്. ഇവൻ ഹുട്ടുവാണ്. ഇവൻ്റെ അച്ഛൻ പട്ടാളത്തിലായിരുന്നു. ഇവൻ പട്ടാളത്തിൽ യുദ്ധത്തിനിടെ മരിച്ചു. പിന്നെ ഈ അമ്മ 5-6 കൊച്ചു പിള്ളേരെയും വെച്ചുകൊണ്ട് എങ്ങനെയൊക്കെയോ ജീവിച്ചാ വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാവരും സഫർ ചെയ്തിട്ടുണ്ട്, അല്ലാതെ കൂടുതൽ സഫർ ചെയ്തിട്ടുണ്ടാവാം ഒരു വംശം എന്നുള്ളതേ ഉള്ളൂ. എല്ലാവരും സഫർ ചെയ്തിട്ടുണ്ട്. ഇതുപോലുള്ള ആൾക്കാരെ അവിടെ ആ കാലഘട്ടത്തിലുള്ളൂ. ഇതെനിക്കൊരു വലിയ ഗുണം ചെയ്തു. പക്ഷെ ഞാൻ എനിക്കെന്ത് കഥയാ ഉള്ളേ? എൻ്റെ ബിസിനസ് പോയി, അല്ല ഞാൻ കുറച്ച് ദിവസം പട്ടിണി കിടന്നു, അല്ല ഞാൻ കുറച്ച് അലഞ്ഞു തിരിയേണ്ടി വന്നു. ഇത്രയൊക്കെയല്ലേ എൻ്റെ കഥ അവിടെ തീരല്ലേ? ഇതിനകത്ത് ഓരോ വ്യക്തി അങ്ങേയറ്റത്തെ ഇത് അനുഭവിച്ച ആൾക്കാർ, യാതന. പിന്നെ ഇവരൊക്കെ പലപ്പോഴും നമ്മളുമായിട്ടൊരു ഫ്രീക്വൻസി ലെവൽ വന്നു കഴിയുമ്പോൾ, ഒരു കംഫർട്ട് വന്നു കഴിയുമ്പോൾ നമ്മളോട് ഈ കഥ പറയും. ഇവർക്ക് ആരോടെങ്കിലും പറയണ്ടേ? അവർക്ക് അവരുടെ പറയാൻ പേടിയാണ്. അത് അവർക്ക് പേടിയാണ്, അവരുടെ ആൾക്കാരോട് ഇത് സംസാരിക്കാൻ ഭയങ്കര പേടിയാണ്. അപ്പോൾ ഒരു ഫോറിനർ എന്നുള്ള നിലയ്ക്കും അത് കേൾക്കാൻ നമ്മളൊരു ഇതും കാണിച്ചു കഴിഞ്ഞാൽ ഈ കഥകളൊക്കെ വന്ന് പറഞ്ഞു തരും. അങ്ങനെ എത്ര പേരുടെ കഥകളാണെന്നും അവർ എന്നോട് വന്ന് പറഞ്ഞിരിക്കുന്നറിയോ? 2-3 വർഷം കഴിഞ്ഞ് ഞങ്ങളുടെ കൂടെ ജോലിക്ക് ചെയ്യുന്ന ഒരു പയ്യനുണ്ട്, ഹൗസ് ബോയ്ട്ട് ആണ്, അനസ്താസ് എന്നാണ് അവൻ്റെ പേര്. ഇവന് ഈ ജനസൈഡ് നടക്കുന്ന സമയത്ത് 6 വയസ്സോ 7 വയസ്സേ പ്രായമുള്ളൂ. ഇതുപോലെ ഏതോ ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ വിട്ടതാ. ഒരേ മക്കളുണ്ടല്ലോ, ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ വിട്ടു. രക്ഷപ്പെട്ടു വിട്ടു. അങ്ങനെ വിട്ട് ഇവൻ അവസാനം കോങ്കോയിലുള്ള ഗോമയില്, ഗോമ ഇതിന്റെ അതിർത്തി, റുവാണ്ടയുടെയും കോങ്കോയുടെ അതിർത്തി പട്ടണമാണ്. അതെ. ഇവിടെ ഒരു അഭയാർത്ഥി ക്യാമ്പിൽ അവൻ ചെന്ന് പെട്ടു. അത് കഴിഞ്ഞിട്ട് ഒരു 5-6 കഷ്ടിച്ച് 1 വർഷം കൊണ്ടാണ് ഇത് മുഴുവൻ ആൾക്കാരെ കണ്ടുപിടിച്ച് തെരഞ്ഞു പിടിച്ച് ഇവരെ എവിടെയെങ്കിലും കൊണ്ട് ആക്കണ്ടേ. ഇവരുടെ അച്ഛനും അമ്മയും ഉണ്ടോ അല്ലെ ബന്ധുക്കളുണ്ടോ എന്ന് ആർക്കും അറിയില്ലല്ലോ. അവസാനം കുറച്ചു കാലം കൊണ്ട് ഇവൻ തന്നെ ചില കഥകളൊക്കെ പറഞ്ഞു. അവൻ്റെ പ്രായം വെച്ചവന് ചില ഐഡന്റിഫിക്കേഷനൊക്കെ കൊടുത്ത് ഇവരവിടെ പോയി അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ ഇവർ കണ്ടുപിടിച്ചു ഇവൻ്റെ വീട് എന്നുള്ളത്. അപ്പോൾ ഇവനെ അങ്ങോട്ട് വിട്ടു. അവിടെ ചെന്നിട്ട് ഇവൻ്റെ അമ്മയ്ക്ക് ഇവനെ തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഇത്രയും കാലം കൊണ്ട് അവൻ അതേ രൂപത്തിലായി. അപ്പോൾ അമ്മ പറഞ്ഞാൽ ഇതെൻ്റെ മോനല്ല. അപ്പോൾ ഇവൻ പറഞ്ഞു, ഞാൻ ഇന്ന സ്ഥലത്ത് ഇന്ന സാധനം കുഴിച്ചിട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് വീടിനകത്ത് എവിടെയോ പോയി അവനെന്തോ കുഴിച്ചിട്ട സാധനങ്ങൾ എടുത്ത് കാണിച്ചപ്പോഴാണ് ഈ അമ്മയ്ക്ക് മനസ്സിലാവുന്നത് ഇത് സ്വന്തം മോനാണെന്ന്. അപ്പോൾ അതുപോലെ ഈ ഓരോരുത്തർക്കും കഥയാണ്. ഒരു പെൺകുട്ടിയുടെ മരണത്തിൻ്റെ കഥ അതിൻ്റെ കസിൻ എന്നോട് പറഞ്ഞിരിക്കുന്ന, ഇവളൊരു ടുട്സി പെൺകുട്ടിയായിരുന്നു. ഒരു ഹുട്ടു ആയിട്ടുള്ള ചെറുപ്പക്കാരൻ ഇവളോട് കല്യാണം കഴിക്കാനായിട്ട് വിവാഹത്തിന് അഭ്യർത്ഥന നടത്തി. ഇവള് നിരസിച്ചു. അപ്പോൾ ഇവൻ്റെ ഉള്ളിൽ ദേഷ്യം ഉണ്ടായിരുന്നു. ജനസൈഡ് നടന്ന സമയത്ത് ഇവളെ കൊന്ന് അവളുടെ ഹൃദയം എടുത്ത് വേവിച്ച് കഴിച്ചു. ക്രൂരതയുടെ അങ്ങേറ്റമായിരുന്നു. വെറുതെ ഒരാളെ കൊല്ലുക എന്നുള്ളതല്ല, ഏറ്റവും ക്രൂരമായിട്ട് കൊല്ലുക എന്നുള്ളത്. വെറുതെ ഞാൻ പറഞ്ഞല്ലോ, ഒരാളെ വെട്ടിയിട്ടിട്ട് പോയി കഴിഞ്ഞാൽ അവർ മരിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയാണ് വെട്ടുക. അതെ, ഇവിടെ നരകിച്ച് മരിക്കണം. ഇതിനകത്ത് ചിലപ്പോൾ ഒരു 500 പേരെ വെട്ടുന്നതിനകത്ത് 1-2 ഒക്കെ രക്ഷപ്പെട്ടു പോകുന്നുണ്ട്. ഇങ്ങനെ രക്ഷപ്പെട്ടു പോയ ആൾക്കാരെയാണ് നമ്മൾ കാണുന്നത്. അവരാണ് നമ്മളോട് ഈ കഥ എന്ന് പറയുന്നത്. അവരാണ് നമ്മളോട് കഥ പറയുന്നത്. അവരുമായിട്ടാണ് നമ്മുടെ ജീവിതം താരതമ്യപ്പെടുത്തുന്നത്. അപ്പം നമുക്കെന്താ ഉണ്ടായിരിക്കുന്നത്? നമുക്കൊന്നുമില്ല. ഇത്തരത്തിൽ 10-12 ലക്ഷം ആളുകൾ എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ അല്ലേ. അതും ആകപ്പാടെ അന്ന് ഏതാണ്ട് 75 ലക്ഷം ആ രാജ്യത്തുള്ളൂ ജനങ്ങൾ. 80 ലക്ഷത്തിൽ താഴെ എന്ന് പറ്റാൻ തോന്നുന്നു. ഇതുപോലെ തന്നെ വേറൊരു ഇൻസിഡൻ്റ് ഉണ്ടായിട്ടുണ്ട്. അത് ഒരു 3-4 വർഷം കൂടെ കഴിഞ്ഞിട്ടാണ്. അപ്പം എൻ്റെ മോള് നാട്ടിൽ പഠിത്തമെല്ലാം കഴിഞ്ഞിട്ട് 12ാം ക്ലാസ് കഴിഞ്ഞ് അവിടെ വന്നു. പിന്നീട് അവിടെയാണോ പഠിച്ചത്? പിന്നെ അവിടെയാണ് പഠിച്ചത്. ACCക്ക് പഠിക്കുകയാണ്. പഠിക്കുന്ന സമയത്ത് ഈവനിങ് ക്ലാസ്സാണ്. പകൽ എൻ്റെ കൂടെ തന്നെ ഓഫീസിൽ വർക്ക് ചെയ്യും. അപ്പം ഞങ്ങളുടെ ഒരു ബെൽജിയം കമ്പനിയിൽ ഞങ്ങളുടെ ഒരു ക്ലയൻ്റാണ്. അപ്പോൾ ഞാൻ പ്രാക്ടീസ് തുടങ്ങി കഴിഞ്ഞിരുന്നു. ഈ ബെൽജിയം കമ്പനിയുടെ ടാൻസാനിയ എന്നുള്ള ആള് അവിടെ വിസിറ്റിന് വന്നപ്പോൾ എന്നെയും ഫാമിലിയെയും കൂടെ വിളിച്ചു. അപ്പം അവിടുത്തെ കൺട്രി മാനേജർ റുവാണ്ടനാണ്. അങ്ങേരുടെ വൈഫും ഈ ടാൻസാനിയയിൽ നിന്ന് വന്ന ഇന്ത്യക്കാരനും ഞങ്ങളും. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു മോനെ കൂട്ടിക്കൊണ്ട് വരാൻ സ്വല്പ സമയം വേണം, അപ്പോൾ നിങ്ങൾ വന്നാൽ മതി എന്ന് പറഞ്ഞാൽ 9 മണിയൊക്കെ ആയപ്പോൾ ഞാൻ അവിടെ ചെല്ലുമ്പം ഇവർ 2 പേരും ഇങ്ങേരും കൂട്ടി ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഞാനും വൈഫും എൻ്റെ നടുക്ക് മോളുമായിട്ട് ഞങ്ങൾ നടന്നു ചെല്ലുമ്പോൾ ഒരു സെക്കൻഡ് കൊണ്ട് ഇവർ 2 പേരും അങ്ങ് വല്ലാതെ എന്താ പറയുക
കണ്ണ് നിറഞ്ഞ് പോലെ രീതിയിൽ അവർക്കൊന്നും സംസാരിക്കാൻ വയ്യാത്ത ഒരു 10 മിനിറ്റോളം അത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇവർ രണ്ടുപേരും അനാഥരാണ്. അനാഥരെന്ന് പറഞ്ഞാൽ ഇവരുടെ എല്ലാം സിബ്ലിങ്സ് ഒരു 2 കൂട്ടർക്കും 2 പേർക്കും 8, 9, 10 പേര് വെച്ചുണ്ടായിരുന്നു. അച്ഛനമ്മയും ഉണ്ടായിരുന്നു. എല്ലാവരും മരിച്ചു. ഇവർ 2 പേര് മാത്രമേ ഉള്ളൂ അവരുടെ 2 ഫാമിലിയിലും ബാക്കിയുള്ള. ഇവൾ രക്ഷപ്പെടാൻ കാരണം ഇവളെന്ത് പുറമേ കണ്ടത് പഠിക്കുമെന്നായിരുന്നു. അതുകൊണ്ട് രക്ഷപ്പെട്ടു. മറ്റേ ആളും എന്തോ ഒരു സാഹചര്യത്തിൽ ബാക്കിയിൽ ഈ പോയ ഗ്രൂപ്പിൽ എന്തോ അറ്റാക്ക് വന്നു. ഇവർ തമ്മിലാണ് കല്യാണം കഴിച്ചത്. ഈ സംഭവം കഴിഞ്ഞിട്ട് 4, 5, 6 വർഷം കഴിഞ്ഞിട്ടുള്ളൂ. അപ്പം ഇങ്ങനെയുള്ള ആൾക്കാരുടെ നടുക്കാണ് നമ്മൾ ചെന്ന് പെടുന്നത്. ഈ കിഗാലിയിലെ ഈ കമ്പനിയിൽ എത്ര കാലം ജോലി ചെയ്തു? ഒരു 2.5 വർഷത്തോളം ജോലി ചെയ്തു. അപ്പോൾ ഈ പറഞ്ഞ രീതിയിലൊക്കെ ആയിരുന്നു ആ കാലം മുഴുവൻ ശമ്പളം? എനിക്ക് അവസാനം ശമ്പളം എല്ലാം കിട്ടി. കുടിശ്ശിക ഉണ്ടായിരുന്നെല്ലാം കിട്ടിയോ? അത് കിട്ടിയത് അവസാനം വീണ്ടും അവർ കുറേ അഡീഷണൽ റിനോവേഷനും കുറേ പുതിയ ചില പ്ലാന്റുകളും ഒക്കെ കൊണ്ടുവരാനായിട്ട് തീരുമാനിച്ചപ്പോൾ അതിൻ്റെ ബഡ്ജറ്റിനകത്ത് എനിക്കുള്ള സാലറിയും കൂടെ ഒരു പ്രൊവിഷൻ ഇട്ട് അങ്ങനെ എനിക്ക് സാലറി എല്ലാം കിട്ടി. അപ്പോൾ അതൊരു വലിയ തുകയുണ്ടല്ലോ. വലിയ തുകയുണ്ട്. പക്ഷേ കിട്ടിയ തുക മുഴുവനും എനിക്ക് നാട്ടിൽ നിന്ന് ധാരാളം പല രീതിയിലുള്ള കടങ്ങളുണ്ട്. നമുക്ക് തരാനുള്ളവർ തരുന്നില്ലെങ്കിലും കൊടുക്കാനുള്ളവർക്കെല്ലാം കൊടുക്കണമല്ലോ. ഈ അവസാനത്തെ ഒരു 2-3 മാസം വേറൊരാളെ അവിടെ അങ്ങേരുടെ തന്നെ നെവ്യൂവിനെ ഇവിടെ ജനറൽ മാനേജർ ആക്കാനായിട്ട് എന്നോട് അങ്ങനെ ട്രെയിൻ ചെയ്യാൻ പറഞ്ഞു. ഈ സമയത്ത് തന്നെ എന്നെ അങ്ങേര് പുതിയതായിട്ട് വാങ്ങിച്ച ഒരു ബാങ്കിൻ്റെ ഒരു ഇൻറ്റേർണൽ ഓഡിറ്റ് പോലെ അവിടെ കുറേ നഷ്ടത്തിൽ പോവാണ്. അപ്പോൾ ഈ സമയം കൊണ്ട് അങ്ങേർക്ക് എന്നെ വലിയ എന്താ പറഞ്ഞാൽ ഇങ്ങേരുടെ കമ്പനിയിലെ ആദ്യത്തെ പ്രൊഫഷണൽ അക്കൗണ്ടൻറ്റ് ഞാനാണ്. ഇത്രയും ബിസിനസ്സൊക്കെ ഉണ്ടെങ്കിലും എല്ലാം ഈ ഇതായിട്ടുള്ള ആൾക്കാരേ ഉള്ളൂ. അല്ലെങ്കിൽ തന്നെ റുവാണ്ടയിൽ ഞാൻ ചെല്ലുന്ന സമയത്ത് 10-ൽ താഴെ ക്വാളിഫൈഡ് അക്കൗണ്ടൻസി അവിടെ ഉള്ളൂ. അതിനകത്തൊരാളാണ് ഞാൻ. അപ്പം അത്രയും അവിടെ ആ കാലഘട്ടത്തിൽ അത്രേ ആയിട്ടുള്ളൂ. അപ്പം ഇങ്ങേർക്ക് ഞാൻ ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നതുകൊണ്ടും അന്ന് ഞാൻ ടാലി അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ഒക്കെ ഇൻസ്റ്റാൾ ചെയ്ത് അങ്ങേരെന്തെങ്കിലും ചോദിച്ചാൽ ഒരു സെക്കൻഡകം എനിക്ക് ഇവിടുന്ന് മറുപടി ഒരു മെയിൽ വന്നാൽ 5 മിനിറ്റ് എനിക്ക് മറുപടി അയക്കാൻ പറ്റും. പക്ഷേ അങ്ങേരുടെ മറ്റ് കമ്പനികളിലെല്ലാം അതുപോലെ അത്ര ഫാസ്റ്റായിട്ട് കാര്യം നടക്കുന്നില്ല, മാനുവലായിട്ടും ഒക്കെ വരുന്നതുകൊണ്ട്. അപ്പോൾ അങ്ങേർക്ക് എന്നെ വലിയ തൃപ്തിയായി. അപ്പോൾ അങ്ങേരെന്നെ സൗത്ത് ആഫ്രിക്കയ്ക്ക് ഗ്രൂപ്പ് ഫൈനാൻഷ്യൽ കൺട്രോളറായിട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എന്നോട് ആദ്യം പറഞ്ഞു ഞാൻ ഈ പുതിയ വാങ്ങിച്ച ബാങ്കിൽ നീ ഇവിടെ ഇയാളെ ട്രെയിൻ ചെയ്യുകയും ചെയ്യണം. അവിടെ പോയി അവിടെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, അതൊന്ന് കണ്ടുപിടിക്കണം, അതൊന്ന് ശരിയാക്കണം. അതെവിടെയായിരുന്നു ആ കമ്പനി? അത് കിഗാലി തന്നെ ഒരു ബാങ്കാണ്. അവിടെ ചെന്ന് ഒരു 10-15 ദിവസം കൊണ്ട് എനിക്ക് മനസ്സിലായി എന്തൊക്കെയാണ് പ്രശ്നം എന്നുള്ളത്. അതായത് ഒത്തിരി കള്ളത്തരങ്ങൾ ചെയ്യുന്നുണ്ട്. അന്ന് മുഴുവൻ ഈ സോഫ്റ്റ്വെയർ ഒന്നും ആയിട്ടില്ല, മാനുവലാണ് പല കാര്യങ്ങളും ചെയ്യുന്നത്. LC ഓപ്പൺ ചെയ്യുന്നതിനടുത്തും ബാങ്ക് ഗ്യാരണ്ടി കൊടുക്കുന്നിടത്തൊക്കെ ഭയങ്കര കൃത്രിമങ്ങളാണ് അവർ ചെയ്യുന്നത്. ഇത് 3 മാസം ഗ്യാരണ്ടി കൊടുത്തു കഴിഞ്ഞാൽ 3 മാസം കഴിഞ്ഞ് ഡോക്യുമെൻ്റ് എല്ലാം കീറിക്കളഞ്ഞ് രജിസ്റ്ററിൽ എഴുതാതിരുന്നു കഴിഞ്ഞാൽ ഈ കിട്ടുന്ന ഫീസ് ഷെയർ ചെയ്യും. അങ്ങനെയൊക്കെ വലിയ നഷ്ടം. ഈ 3 മാസം കൊണ്ട് തന്നെ നഷ്ടത്തിൽ ഓടിയ ബാങ്ക് പ്രോഫിറ്റബിളായി. അപ്പോൾ പക്ഷേ അതിനകത്തൊരു വലിയ പ്രശ്നം പറ്റി എനിക്ക്. നിക് വാട്സൺ എന്ന് പറഞ്ഞ ഒരാളാണ് അതിൻ്റെ ഇങ്ങേരുടെ ഷെയർ ഹോൾഡർ, അതിൻ്റെ മാനേജിങ് ഡയറക്ടർ. അങ്ങേർക്ക് ഇതൊരു വലിയ നാണക്കേടായി. പക്ഷെ അങ്ങേര് ഇങ്ങേരുടെ റൈറ്റ് ഹാൻഡായിട്ട് നടക്കുകയാണ്, ഫൈനാൻഷ്യൽ അഡ്വൈസറൊക്കെ ആയിട്ട് നടക്കുകയാണ്. അപ്പം അങ്ങേർക്ക് ഇത് കണ്ടുപിടിക്കാൻ പറ്റാതിരുന്നല്ലോ. നമ്മളിത് 3 മാസം കൊണ്ട് കണ്ടുപിടിച്ചതെല്ലാം കറക്റ്റ് ആയപ്പോഴത്തേക്കും അങ്ങേർക്കതൊരു വലിയ ഇതായി, ഒരു ഈഗോ പ്രോബ്ലമായി. അപ്പോൾ ഞാനിത് സൗത്ത് ആഫ്രിക്കയിൽ വന്നു കഴിഞ്ഞാൽ ഇവൻ ശരിയാവില്ല എന്നൊരു ഫീലിംഗ് അങ്ങേർക്ക് വന്നു. അപ്പോൾ എന്നെ എങ്ങനെയെങ്കിലും ഒതുക്കണം. അപ്പോൾ ഇയാൾക്കടുത്ത് വലിയ സ്വാധീനമുണ്ട് താനും ഇങ്ങേർക്ക്. ഇങ്ങേരുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന ആളാണല്ലോ. അപ്പോൾ ഇയാൾ എന്തൊക്കെയോ പറഞ്ഞ് കുത്തിത്തിരിപ്പുണ്ടാക്കി ഇപ്പം കുറച്ചുകൂടെ എക്സ്പീരിയൻസ് ഒക്കെ വരണം, ലാംഗ്വേജിൻ്റെ പ്രശ്നമുണ്ട്, ഫ്രഞ്ച് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ കോങ്കോയിലുള്ള ഒരു സ്ഥലത്തേക്ക് തൽക്കാലം നീ ഒരു വർഷം അവിടെ പോയി നിൽക്ക്, അപ്പോൾ നീ ഫ്രഞ്ചൊക്കെ നന്നായിട്ട് പഠിക്കും, അത് കഴിഞ്ഞിട്ട് നീ സൗത്ത് ആഫ്രിക്കയ്ക്ക് വന്നാൽ മതി. കോങ്കോയിൽ ഗോമ എന്ന് പറയുന്ന സ്ഥലമാണ്, റുവാണ്ടയുടെ ബോർഡർ തന്നെയാണ്. അവിടെ ഇവർക്കൊരു സിഗരറ്റ് ഫാക്ടറി ഉണ്ട്, മാനുഫാക്ചറിങ്. ഗോമയിലേക്ക് ട്രാൻസ്ഫർ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് സാലറി ഒക്കെ കൂടി $3000 സാലറി ആക്കി. വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ, അല്ലെ എനിക്ക് റീസണബിളായിട്ട് കിട്ടേണ്ട എമൗണ്ട് ഒക്കെ ആയി. ഈ ഗോമ ഉഗാണ്ട മീൻസ് കോങ്കോയ്ക്കകത്താണ്, കോങ്കോ എന്ന് പറയുന്ന അയൽ രാജ്യത്താണ്. ഈ റുവാണ്ടയുടെ ബോർഡറിൽ നിന്ന് അപ്പുറത്തേക്ക് ഇറങ്ങാൽ പിന്നെ ഗോമ സ്റ്റാർട്ട് ചെയ്യാണ്. ഞങ്ങളുടെ ഫാക്ടറി ഒക്കെ ഇരിക്കുന്ന സ്ഥലത്തേക്ക് 2-3 കിലോമീറ്ററേ ഉള്ളൂ ഈ ബോർഡറിൽ നിന്ന്. ഞാൻ ആദ്യം അവിടെ പോയി ജോയിൻ ചെയ്തു.
ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് കിഗാലിയിൽ വന്ന് ഞാൻ വൈഫിനെയും കൂട്ടി ഇങ്ങേറെ തന്നെ ഒരു ബാങ്കിൻ്റെ ബിൽഡിംഗ് ഉണ്ട് ഗിസേനിയിൽ. ഗിസേനി എന്ന് പറഞ്ഞാൽ റുവാണ്ടയിലാണ്, ഗോമ എന്ന് പറയുന്നത് കോങ്കോയിലാണ്. അതായത് അതിർത്തി പട്ടണങ്ങളാണ് ഇത് രണ്ടും. അപ്പോൾ അതുകൊണ്ട് പോയി വരാൻ എളുപ്പമാണ്. ഞാൻ ക്രോസിംഗ് ഒന്നും പ്രശ്നമല്ല. അത് ഈ കമ്പനിയുടെ ആൾക്കാരെന്നുള്ള നിലയ്ക്ക് ഓക്കെ, ഒരു പേപ്പറിനകത്ത് അവർ സീൽ ചെയ്ത് തരുന്നുണ്ട്. അതെല്ലാ ദിവസവും ഉണ്ടോ? എല്ലാ ദിവസവും ആദ്യകാലങ്ങളിലുണ്ടായിരുന്നു. പിന്നെ അവർ അവിടെ ചെല്ലുമ്പോൾ അവർ പൊക്കോളാൻ പറയും. അങ്ങനെ വലിയ പ്രശ്നങ്ങളില്ലാതെ. എന്താ പിന്നെ ഗോമയിൽ താമസിക്കാതെ സേഫ്റ്റി ഒന്നുകൂടെ റുവാണ്ടയിലാണുള്ളത്. ഗോമ അന്നും കുറച്ച് പ്രശ്നമുള്ള സ്ഥലമാണ്. ഗോമ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോമയിൽ അന്ന് ഭരണമില്ല. ഗോമ ഒരു റിബൽ കൺട്രോൾഡ് ഏരിയ ആണ്. റിബൽ കൺട്രോൾഡ് ഏരിയ എന്ന് പറഞ്ഞാൽ കോങ്കോയുടെ ഏതാണ്ട് 40% സ്ഥലങ്ങൾ മാത്രമേ അന്ന് ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിലുള്ളൂ. ഈ കോങ്കോ വലിയ അതിവിശാലമായ ഒരു രാജ്യമാണല്ലോ അല്ലേ? ഏതാണ്ട് കഷ്ടിച്ച് ഇന്ത്യയുടെ ഒരു മുക്കാലുണ്ടെന്ന് തോന്നുന്നു. ഇന്ത്യയുടെ മുക്കാലുണ്ട്, ടു തേർഡ് ഉണ്ട്. 2/3 ഉള്ള ഒരു രാജ്യമാണ്. ആ രാജ്യത്തിൽ ഒരു 40% ഗവൺമെന്റ് കൺട്രോൾ. ബാക്കിയൊക്കെ ലോക്കൽ ചീഫ്റ്റന്മാരാണോ? റുവാണ്ടയോട് ചേർന്നുള്ളത് റുവാണ്ടൻ റിബൽസ്. ശരി. ഉഗാണ്ടയോട് ചേർന്നുള്ളത് ഉഗാണ്ടൻ റിബൽസ്. സാംബിയയോട് ചേർന്നുള്ളത് സാംബിയൻ റിബൽസ്. ഇതൊക്കെ മോഷ്ടിക്കാനുള്ള ഒരു അറേഞ്ച്മെന്റ് ആണ്. അപ്പം ഈ റിബൽസ് മോഷ്ടിക്കുകയും ഈ റുവാണ്ടയെ കൂടെ കടത്തിക്കൊണ്ട് അങ്ങനെയുള്ള ഒരു അറേഞ്ച്മെന്റ് ആണ് അവിടെ നടക്കുന്നത്. നമുക്ക് ഇന്ത്യക്കാർക്ക് ഇതൊന്നും പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു അഭ്യാസം അല്ലേ? അതെ. ഒരു രാഷ്ട്രം എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആണോ എന്ന് നമുക്ക് അത്ഭുതം തോന്നും. ഇത് ആ കാലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കോങ്കോയിൽ റോഡുകളില്ല. ഞങ്ങളുടെ സിഗരറ്റ് ഫാക്ടറിയിൽ നിന്ന് തന്നെ ഈ സാധനങ്ങൾ കൊണ്ടുപോകുന്നതെല്ലാം ചെറിയ കാർഗോ ഫ്ലൈറ്റിലാണ് കൊണ്ടുപോകുന്നത്. ഞങ്ങൾക്ക് 18 ഡിപ്പോ ഉണ്ട്. ഈ 18 ഡിപ്പോ ഈ കോങ്കോയിൽ തന്നെ പല സ്ഥലങ്ങളിലായിട്ട്. അങ്ങോട്ടൊന്നും റോഡിൽ കൂടെ പോകാൻ പറ്റില്ല, ഫ്ലൈ ചെയ്തേ പോകാൻ പറ്റുള്ളൂ. ശരി. അപ്പോൾ എല്ലാവർക്കും അതിനുള്ള വിമാനങ്ങളും ഉണ്ട് നിങ്ങൾക്ക്? കാർഗോ വിമാനങ്ങൾ, ചെറിയ കാർഗോ വിമാനങ്ങളുണ്ട്. അതുള്ള ആൾക്കാരുണ്ട്, അവരാണ് ഇതെല്ലാം കൂടെ തരുന്നത്. സിഗരറ്റ് ഫാക്ടറിയാണത്? സിഗരറ്റ് ഫാക്ടറിയാണ്. ഈ സിഗരറ്റ് ഫാക്ടറി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കോമ്പറ്റീഷൻ ഈ ബ്രിട്ടീഷ് അമേരിക്കൻ ടുബാക്കോ കമ്പനിയാണല്ലോ, അവരൊക്കെയാണ് ഞങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സ്. അവരൊക്കെ $80 ഒരു കാട്ടൺ വെക്കുമ്പോൾ ഞങ്ങൾ $70 ഒരു കാട്ടൺ വെക്കും. ടാക്സ് ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് അവർക്ക് ഒരു $50-55 ആയിരിക്കും അതിൻ്റെ കോസ്റ്റ് ഇൻക്ലൂഡിങ് ടാക്സ്. ഞങ്ങളുടെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു $25 ഉള്ളൂ. ടാക്സ് ഒന്നും കൊടുക്കലില്ല. ഇതെല്ലാം കൈക്കൂലികൾ കൊടുത്തുള്ള അറേഞ്ച്മെൻറ്റ്. അപ്പം വളരെ ഹ്യൂജ് പ്രോഫിറ്റാണ് ഈ കമ്പനി ഉണ്ടാക്കുന്നത്. ഈ കമ്പനിയിലേക്ക് വിടുമ്പോൾ അങ്ങേരെ എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞിരുന്നു. ഇവിടെ ബഡ്ജറ്റ് പ്രകാരം ഒരു വർഷം $3 ലക്ഷം ലോസ് വരാൻ പാടുള്ളൂ. അവിടെ ഇപ്പോൾ $5 ലക്ഷം വരുന്നുണ്ട്. ലോസിലാണ് എന്നിട്ട് ഈ കമ്പനി? അല്ല, ഈ ഫോറക്സ് ലോസ്. ഈ ജനറൽ ലോസ് അല്ല, പ്രോഫിറ്റബിൾ ആണ് കമ്പനി. ഇത്രയും പ്രോഫിറ്റ് മാർജിനുള്ളതുകൊണ്ട് എന്തെല്ലാം മോഷണം പോയാലും ലാഭത്തിലാണ്. അതെ. $3 ലക്ഷം ബഡ്ജറ്റ് പ്രകാരമുള്ള ഫോറക്സ് ലോസ്. അത് 5 ലക്ഷം വരുന്നുണ്ട്. നീ ചെന്ന് കഴിഞ്ഞാൽ അത് 3 ലക്ഷത്തിലേക്ക് ആക്കണം. അതാണ് എനിക്കുള്ള ആദ്യത്തെ മിഷൻ. ഞാൻ അവിടെ ചെന്ന് ഒരു മാസം കൊണ്ട് തന്നെ എനിക്ക് മനസ്സിലായി ഇത് ഭയങ്കര അക്രമമാണ് നടക്കുന്നത്. ഒരു മാസം കൊണ്ട് തന്നെ ഞങ്ങളുടെ ലോസ്, ആ വർഷത്തെ ഞങ്ങളുടെ ലോസ് ഏതാണ്ട് $40,000 കുറഞ്ഞു. ഈ $40,000 കുറഞ്ഞപ്പോൾ ഇത് ആരെങ്കിലുമൊക്കെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് സ്വാഭാവികമായിട്ടും. അന്നത്തെ കാലത്ത് പട്ടാളക്കാർക്ക് യൂണിഫോം ഉണ്ട്, തോക്കുമുണ്ട്. പോലീസുകാർക്ക് യൂണിഫോം ഉണ്ട്. പട്ടാളക്കാർ $100 തോക്ക് വൈകുന്നേരം വാടകയ്ക്ക് കൊടുക്കും. പിറ്റേ ദിവസം കാലത്തെ തോക്ക് തിരിച്ചുകൊണ്ട് കൊടുക്കണം, $100 കൊടുക്കണം. ആ തോക്ക് കൊണ്ട് അവർ എന്ത് ചെയ്തു എന്നുള്ളതിന് അവർക്ക് പ്രശ്നമല്ല. ആരെങ്കിലും പേടിപ്പിച്ചോ എങ്ങനെയെങ്കിലും പൈസ വാങ്ങിക്കാം. പക്ഷെ $100 ഇത് ആർക്ക് വേണേലും വാങ്ങാം. $100 കൊടുത്താൽ അവർ കൊടുക്കും. അവരുടെ ആ ആൾക്കാർ, അവരുടെ ഒരു സ്ട്രേഞ്ചേഴ്സ് അല്ലല്ലോ ചെല്ലുന്നത്, പരിചയക്കാരായ. അതെ. ഇനി തോക്ക് ഉപയോഗിച്ചാൽ, അതായത് ഒരു ഉണ്ട പോയാൽ 100 എന്നുള്ള 200 ആവും. ഈ ഉണ്ട ഉപയോഗിക്കാൻ പാടില്ല. ചെയ്യാൻ ഉണ്ടയ്ക്കാണ് അവർക്ക് തോക്ക് കയ്യിലുണ്ടെങ്കിലും ഉണ്ടയ്ക്ക് ഷോർട്ടേജ് ഉണ്ട്. അത്രയും അരിശിതാവസ്ഥയുള്ള ഒരു സ്ഥലമാണിത്. അവിടെ താമസിക്കുന്ന അത്ര സേഫ് അല്ല. അതുകൊണ്ടാണ് ഞാൻ റുവാണ്ടയിൽ താമസിച്ചിട്ടൊന്നും പോയി വരുന്നത്. ഈ രാത്രിയിൽ ഒരു തോക്ക് വാടകയ്ക്ക് കിട്ടിയോ അങ്ങ് വീട്ടിലോട്ട് വന്നാൽ മതിയല്ലോ. വീട്ടിലേക്ക് വന്നാൽ മതി, പേടിപ്പിച്ചാൽ മതി. ഈ ആഫ്രിക്കയിൽ തന്നെ ഇപ്പോൾ റുവാണ്ട, ഈ കോങ്കോയിലൊക്കെ 2 തരം കള്ളന്മാരുണ്ട്. ഒന്ന് നല്ല കള്ളൻ, മറ്റേ ചീത്ത കള്ളൻ. നല്ല കള്ളൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മളൊരു ഫോൺ വിട്ടിരിക്കുന്നു, എടുത്തുകൊണ്ട് പോകുന്നു, അതൊക്കെ നല്ല കള്ളന്മാരാണ്. വീട്ടിനകത്തേക്ക് ഇടിച്ചു കയറി വരുന്നവർ മാത്രമേ ഉള്ളൂ ചീത്തക്കള്ളൻ. അല്ലെങ്കിൽ ഒരു ലൂട്ടിങ് വരികയാണെങ്കിൽ അവൻ ചീത്തക്കള്ളനാണ്. അതല്ലാതെ എന്ത് സാധനം കണ്ടാലും ആൾക്കാർ എടുക്കും, അത് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയില്ല. നീ എടുക്കുമ്പോൾ നിനക്ക് കൊണ്ടുപോകാം, ഞാൻ എടുക്കുമ്പോൾ ഞാൻ കൊണ്ടുപോകും. ഇവിടുത്തെ ജീവനക്കാർ ഈ മോഷണത്തിൽ വിദഗ്ധന്മാരാണോ? ഒന്നാമത് ദാരിദ്ര്യം കൊണ്ടാണ് മോഷ്ടിക്കുന്നത്. അതൊരു വലിയ പാപമായിട്ടൊന്നും ആരും കണക്കാക്കുന്നില്ല. അതേസമയം ഒരു വീട് പൊളിച്ച് കയറുക, അല്ലെങ്കിൽ
തോക്ക് ഉപയോഗിക്കുക ഇങ്ങനെയൊക്കെ ഉള്ളതാണെങ്കിൽ ക്രൈമായിട്ട് കൂട്ടുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഈ ഗോമയിൽ ജോലിയായി. ആ, അവിടെ എത്ര കാലം ജോലി ചെയ്തു? അവിടെ ഞാൻ 1.5 വർഷം ജോലി ചെയ്തു. അവിടെ ഉള്ള എല്ലാം ഇവരുടെ കുടുംബത്തിലുള്ള ആൾക്കാരാണ്. ആ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ എന്ന് പറയുന്നത് ഇങ്ങേരുടെ കോ ബ്രദറാണ്, എൻ്റെ ബോസിൻ്റെ കോ ബ്രദറാണ്. മാർക്കറ്റിങ്ങിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് ഒരു നെവിയാണ്. അങ്ങനെ അങ്ങേരുടെ കസിൻസും അങ്ങനെയുള്ളവരെ ഓരോ ഹെഡിൻ്റെ ഇവരൊക്കെ തന്നെ മോഷ്ടിക്കുന്നത്. പിന്നെ ഇങ്ങേരുടെ എന്നിട്ടും അത് ലാഭ കമ്പനി. അത് കാരണം അങ്ങേർക്ക് ഈ ബഡ്ജറ്റിൻ്റെ പുറത്തേക്ക് പോകുമ്പോഴേ അങ്ങേർക്ക് വിഷമമുള്ളൂ. ഇത്ര മില്യൺ ലാഭം വേണമെന്ന് പറയുന്നത് അത്രയും കിട്ടാതെ വന്നാൽ പ്രശ്നമാണ്. മറ്റേ മോഷ്ടിക്കുന്നതെന്നുള്ള അങ്ങേർക്കും അറിയാം, അത് വലിയ പ്രശ്നമല്ല. ഈ ഗോമ ജീവിക്കുന്ന കാലത്തെ വേറെ എന്താ ഓർമ്മകൾ? ഗോമയിൽ ഞാൻ ചെന്ന് 2ാമത്തെ ആഴ്ച തന്നെ അവിടെ ഈ വിരുങ്ക അഗ്നിപർവ്വതം പൊട്ടി. ഈ വിരുങ്ക അഗ്നിപർവ്വതം അവിടുത്തെ സജീവമായിട്ടുള്ള അഗ്നിപർവ്വതം, ഇപ്പോഴും സജീവമായിട്ടുള്ള അഗ്നിപർവ്വതമാണ്. എപ്പോഴും അത് പൊട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. എനിക്ക് തോന്നുന്നു ഗോമ പട്ടണത്തിനടുത്ത് തന്നെയാണോ? ഗോമ പട്ടണത്തിൻ്റെ ഒരു സൈഡിലായിട്ട് വരും. പക്ഷേ സാധാരണ നിലയിൽ ഈ പർവ്വതം അല്ല ഇത് സ്ഫോടനം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ഗോമ സൈഡിലേക്കല്ല വരുന്നത്. ഒത്തിരി ഫോറസ്റ്റ് ഉണ്ടല്ലോ, ഫോറസ്റ്റ് സൈഡിലേക്ക് പോകുന്നതുകൊണ്ട് ഇത് ആരെയും അഫക്റ്റ് ചെയ്യില്ല. ലാവ ഒഴുകാറുണ്ട്. ലാവ എതിർദിശയിലേക്കായിരുന്നു പല ദിശകളിലേക്ക് ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കും. ഇതിനു മുമ്പ് ഈ ഗോമ സിറ്റിയിലേക്ക് അത് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഗോമ ടൗണിലേക്ക് അത് വന്നിരിക്കുന്നത് 100 വർഷം മുമ്പാണ്. 100 വർഷം കഴിഞ്ഞിട്ട് പിന്നെ ഇത് ഒഴുകി വരുന്നത് അന്നാണ്. 2002 തോന്നുന്നു, 2002 ജനുവരിയിൽ അന്നാണ് ഇത് വീണ്ടും ഒഴുകി വരുന്നത്. അന്നേരം അവിടെ ഉണ്ടോ? അന്നേരം ഞാൻ അവിടെ ചെന്നിട്ട് ഈ പറഞ്ഞ പോലെ ഒരാഴ്ചയായിട്ടുള്ളൂ. പർവ്വതം പൊട്ടി എന്നുള്ളത് അറിഞ്ഞു. ഇത് അത്ര വലിയ സ്പീഡിലല്ലേ ലാവ ഒഴുകി വരുന്നത്. ആൾക്കാർക്ക് വേണമെങ്കിൽ പകലോ രാത്രിയോ? ഇത് പൊട്ടിയത് പകല് തന്നെ പൊട്ടിയേ. പകല് പൊട്ടിയിട്ട് അതിങ്ങനെ ഒലിച്ചോണ്ടിരിക്കുകയാണ്. കാലത്തെ പൊട്ടി അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ആൾക്കാരെല്ലാം അവിടെ നിന്ന് മാറിക്കൊണ്ടിരിക്കുന്നു. ആകപ്പാടെ അതിനകത്ത് മരിച്ച് 2 സന്ദർഭത്തിലേ ആൾക്കാർ മരിച്ചുള്ളൂ. ഈ പർവ്വതം പൊട്ടി ലാവ ഇങ്ങനെയും വന്ന ഇടയ്ക്ക് ഐലൻഡ് പോലെ ആയല്ലോ, അതിൽ പെട്ട കുറച്ച് പേര് മരിച്ചുപോയി. ബാക്കി ആൾക്കാർ ഇതിന്റെ സ്പീഡ്, ഇത് അത്ര വലിയ സ്പീഡിലല്ലേ ലാവ വരുന്നത്, ഒഴുകി വരികയാണ്. അപ്പോഴത്തേക്ക് മാറി ആൾക്കാർ മാറി പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഫാക്ടറി ഇരുന്ന ഭാഗത്തേക്ക് ഒഴുകി വന്നോ? ഞങ്ങളുടെ ഫാക്ടറി ഇരുന്ന ഭാഗം ആ ഗോമ ടൗൺ മുഴുവനും ഇത് ഏതാണ്ട് എയർപോർട്ട്, റൺവേയുടെ ഒരു പകുതി മുക്കാലും പോയി. ഇത് വന്ന് ഇങ്ങനെ വലിയ ഒഴുകി പരന്ന് അങ്ങോട്ട് ഒഴുകി വരുവാണല്ലോ. ലാവ ഒഴുകി വന്നിട്ടങ്ങ് അത് പിന്നെ സെറ്റാകണം. കുറെ കഴിയുമ്പോൾ അത് പാറ പോലെ ആവും. എയർപോർട്ടൊക്കെ ഉപയോഗശൂന്യമായി. എയർപോർട്ടൊക്കെ അവിടെ കുറെ ഫ്ലൈറ്റ് ഉണ്ടായിരുന്നൊക്കെ ഒരു മാറ്റി. പിന്നെ UN പീസ് കീപ്പേഴ്സ് ഉണ്ടായിരുന്നു. ഇവരൊക്കെ കാലത്തെ സ്ഥലം വിട്ടു. ഈ നാട്ടുകാർ മാത്രമേ ഉള്ളൂ പ്രശ്നം. ബാക്കിയുള്ളവരെല്ലാം ഇപ്പോൾ ഫ്ലൈറ്റും ഒക്കെ ഉള്ളവരെല്ലാം കയറി സ്ഥലം വിട്ടു. ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കും ഇത് സിറ്റിയുടെ അടുത്തെത്തി. അവിടെ കുറച്ച് മലയാളികളുണ്ട്. ഈ മലയാളികളുടെ പലതും താമസിക്കേണ്ട വീടും അതെല്ലാം 2ാമത്തെ നിലയിലൊക്കെ കൂടാണ്. ചില സ്ഥലത്ത് അത്രയും പൊക്കത്തിലാണ് ഈ ലാവ് വന്നിരിക്കുന്നത്. താഴത്തെ നില മുഴുവൻ മൂടി 2ാമത്തെ നിലയിൽ കൂടാണ് ലാവ ഒലിച്ചു പോയിരിക്കുന്നത്. ഞങ്ങൾ ഫാക്ടറി ഇരുന്ന സ്ഥലം ഏതാണ്ട് 30 അടി പൊക്കത്തിൽ അവിടെ ലാവ് വന്നേ. അപ്പോൾ ഫാക്ടറിയിൽ ഒന്നുമില്ല. ഫാക്ടറി ഞാൻ അവിടെ പോയി നോക്കുമ്പോൾ ഇതൊക്കെ തണുത്ത് കഴിഞ്ഞിട്ട് പോയി നോക്കുമ്പോൾ അവിടെ ഒരു പോക്കോഴിൽ മാത്രമേ എനിക്ക് കാണാൻ പറ്റുള്ളൂ. ആ പോക്കോഴിൽ കണ്ടിട്ടാണ് ഇവിടാണ് ഫാക്ടറി ഇരുന്നതെന്ന് നമുക്ക് തിരിച്ചറിയുന്നത്. ഇല്ല ഒരു ലാവായുടെ പാടം പോലെ കിടക്കല്ലേ, ടൗണില്ലല്ലോ, സിറ്റി ഇല്ലല്ലോ, എല്ലാം ഇതുപോലെ മുങ്ങിപ്പോയല്ലോ. പിന്നെ അവിടെ വലിയ മൾട്ടി സ്റ്റോറി ബിൽഡിംഗ് ഒന്നും ഇല്ല, 2 നില 3 നില കെട്ടിടത്തിനപ്പുറത്തേക്കുള്ള കെട്ടിടങ്ങളൊന്നും ഇല്ല. അപ്പോൾ നമ്മൾ ചെന്ന ഒരാഴ്ചക്കൊക്കെ തന്നെ ഇതാണ്. പിന്നെ എന്താ പിന്നെ അവിടെ ജോലി? ഈ സ്ഥാപനം എല്ലാം പോയില്ലേ? അവിടുന്ന് രക്ഷപ്പെട്ടു പോകുന്നതാണ് അതിലൊക്കെ ഇമ്പോർട്ടൻറ്റ്. വൈകുന്നേരം ആയപ്പോഴത്തേക്കും എൻ്റെ മാനേജിംഗ് ഡയറക്ടർ വിളിച്ച് പറഞ്ഞു, സ്ഥലം വിട്ടോ, ലാഭം ഇങ്ങോട്ടാണ് വരുന്നതെന്ന്. ഇതിനും ബോർഡറൊന്നും ഇല്ല, ലാഭം ഇങ്ങോട്ട് നിങ്ങളുടെ ഡയറക്ഷനിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് തന്നെ റോഡിൽ കൂടെ 10,000 ആൾക്കാരാണ് ഈ കോങ്കോ ഭാഗത്തുനിന്ന് റുവാണ്ടയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ചിലരുടെ ഈ പശു ഉണ്ടാവും, ആടുണ്ടാവും, അങ്ങനെയുള്ള സാധനങ്ങൾ ഒരു കിടക്കകത്ത് എല്ലാം കൂടെ കെട്ടിവെച്ചിട്ട് അങ്ങനെ ഇങ്ങനെ അതിർത്തി കടന്ന് ഗിസേനി എന്ന് പറയുന്ന ഇവരുടെ അതിർത്തി പട്ടണം, ഞാൻ അവിടെ വന്നിട്ടുണ്ടല്ലോ. ഗിസേനി എന്ന് പറയുന്ന അതിർത്തി പട്ടണത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇയാൾ പറഞ്ഞു, നിങ്ങൾ അങ്ങോട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ വേഗം അവിടെ നിന്ന് വിട്ടോളാൻ പറഞ്ഞു. അപ്പോൾ ഗിസേനിയിലേക്കും അന്നൊരു ഹോളിഡേ ആയിരുന്നു. അപ്പോൾ അതൊന്നും ജോലി ഉണ്ടായിരുന്നില്ല, അവിടുത്തെ എന്തോ ലോക്കൽ ഹോളിഡേ ആയിരുന്നു. അതുകൊണ്ട് ഞാൻ വീട്ടിൽ തന്നെ ഉള്ളത്. അപ്പം ഞങ്ങളുടെ വീടിരിക്കുന്ന ഡയറക്ഷനിലേക്കാണ് ഇത് വന്നുകൊണ്ടിരിക്കുന്നത്. റുവാണ്ടയുടെ അതിർത്തി കടന്നു വരികയാണെന്നാണ് പറഞ്ഞത്. റുവാണ്ടയുടെ അതിർത്തി കടന്നു വരികയാണെന്ന്. ശരി. അപ്പം അവിടെ കുറേ മലയാളികൾ, ഒരു 10-15 മലയാളികളുണ്ട്. ഈ മലയാളികളെല്ലാം
അവിടുന്ന് നേരത്തെ തന്നെ പോകുന്നു ചില അവരുടെയൊക്കെ അപ്പാർട്ട്മെൻ്റ് അടുത്തൊക്കെ എത്തിക്കഴിഞ്ഞു. എൻ്റെ വീട്ടിലുണ്ട് ഇവരെല്ലാം. അതായത് ഗോമയിലുണ്ടായിരുന്ന മലയാളികളെല്ലാം റുവാണ്ടയിലെ ഗിസേനിയിലെ സാറിൻ്റെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞായിരുന്നു. ഒരാളൊഴിച്ച്. ഒരാൾക്ക് എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളൊരു ഈ ഇതുണ്ടല്ലോ ടെലിഫോണിൻ്റെ ആ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഗോമയുടെ നടുക്കനൊരു കുന്നുണ്ട്. ഈ കുന്നിൻ്റെ മുകളിലായിരുന്നു അന്നേരം ഉള്ളത്. അപ്പം അങ്ങോട്ട് എന്തായാലും ലാവ് വരില്ലല്ലോ, സേഫ് ആയിരിക്കും വിചാരിച്ച് അവിടെ ഇരുന്നു. പക്ഷേ ഈ ലാവ് ഇതിൻ്റെ ചുറ്റും കൂടെ അങ്ങ് ഒലിച്ചു വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ആകെപ്പാടെ ഒരു എക്സിറ്റ് ഉള്ളത് ഈ ലേക്കിലേക്ക് മാത്രമേ. പിന്നെ അവരുടെ കമ്പനിയിൽ നിന്ന് ആരാണ്ടൊക്കെ ചെന്ന് ഇങ്ങേരയിലേക്ക് പോയി ബോട്ടെ കയറ്റി അങ്ങേരെ ഇവിടെ കൊണ്ടുപോയി. അപ്പോൾ 11 പേര് ഞങ്ങളടക്കം 9 പേരും ഞങ്ങൾ 11 പേരായി. അപ്പോഴാണ് പൊക്കോളാൻ പറയുന്നത്. പോകാൻ ഞങ്ങളുടെ ആപ്പാട് ഒരു സലൂൺ കാറാണ് ഉള്ളത്. ഈ സലൂൺ കാറിനകത്ത് 5, 6, 7 പേർക്ക് കയറാം. ഈ 11 പേര് ഞങ്ങൾ അതിനകത്ത് കയറി. ഡിക്കി തുറന്നു വെച്ച് അതിനകത്തൊരു 3 പേര് ഇരുന്നു. അവിടുന്ന് കയറി ഞങ്ങൾ ഗിസേനിയിൽ നിന്ന് കിഗാലിയിലേക്ക് വരുന്ന നല്ലൊരു കയറ്റം കയറിയിട്ടാണ്. ഈ കയറ്റം കയറി മുകളിലെത്തിയപ്പോൾ അവിടെ പട്ടാളം അടച്ചിരിക്കുക. അവർ പറഞ്ഞു കിഗാലിലേക്ക് ആരും വിടുന്നില്ല, നിങ്ങൾ തിരിച്ചു പോയിട്ട് ആ ലേക്കിൻ്റെ സൈഡിൽ കൂടെ കുറേ ദൂരം സഞ്ചരിച്ച് അവിടെ എവിടെയെങ്കിലും നിന്നാൽ മതി, ഗിസേനിലേക്ക് വിടില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ വീണ്ടും അവിടുന്ന് വന്ന് ഈ ലേക്കിൻ്റെ സൈഡിൽ വന്നു. ലേക്കിൻ്റെ സൈഡിൽ വന്നിരിക്കുമ്പോൾ അപ്പുറത്ത് ഇങ്ങനെ ലാവ ഒലിക്കുമ്പോൾ ഈ വലിയ സ്ഫോടനങ്ങൾ നടക്കും. ഈ പെട്രോൾ സ്റ്റേഷനൊക്കെ പൊട്ടിത്തെറിക്കുന്നതാണ്. ഭയങ്കര തണുപ്പാണ്. ഈ റുവാണ്ടയിൽ ജനറലി തന്നെ ഭയങ്കര തണുപ്പാണ്. ഗിസേനിയിൽ തണുപ്പ് കൂടുതലുമാണ്. വിറച്ചു തുടങ്ങി. നമ്മൾ ഈ വെറും ഷർട്ട് നോക്കിയിട്ടല്ലേ ഇരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഏതായാലും തിരിച്ചു വീട്ടിൽ പോവുക, നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ വരാം. ഇവിടെ ഇരുന്നാൽ നമ്മൾ തണുത്ത് മരിക്കും, അവിടെ വന്നാൽ ലാവ് വന്നിട്ട് മരിക്കും, എന്താണേലും മരിക്കും. പിന്നെ നമ്മൾ ഇവിടെ ഇരിക്കേണ്ട, നമുക്കവിടെ അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു. ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകാൻ തീരുമാനിച്ചു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ലാവ ഞങ്ങളുടെ സൈഡിലേക്ക് ഒഴുകി വന്ന ലാവ ചെരിഞ്ഞ് ഈ ലേക്കിലേക്ക് പോയി. അപ്പം ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് വരെ എത്തിയില്ല. അതിനൊരു 500 മീറ്റർ അപ്പുറത്ത് വെച്ചിട്ട് അങ്ങോട്ട് വരാതെ ലേക്കിലേക്ക് പോയി. അതായത് പരസ്പരം കൊന്നുകൊണ്ടിരുന്ന ആ ഗോത്രങ്ങൾ ഇപ്പോഴും ആ രാജ്യത്തുണ്ട്. അവരുടെ മനോഭാവത്തിൽ മാറ്റം വന്നോ, അതോ വീണ്ടും ശത്രുത തന്നെ നിൽക്കുകയാണോ? കൊലപാതകത്തിലൊക്കെ പങ്കെടുത്ത ആൾക്കാരൊക്കെ ഒന്നുകിൽ കൊല്ലപ്പെട്ടു പോയിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ ഇവിടുന്ന് ഓടിപ്പോയിട്ടുണ്ട്. ഒന്നുകിൽ നീ തന്നെ കൊന്നോ, ഇല്ലെങ്കിൽ ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരെയും കൊല്ലുമെന്ന് പറയും. ഭാര്യ ഭർത്താവിനെ കൊന്നിരിക്കണം, അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയെ കൊന്നിരിക്കണം. അവരുടെ ഉത്തരവാണത്. ആ ഉത്തരവാണ്. അത് അനുസരിച്ചില്ലെങ്കിൽ രണ്ടുപേരെയും കൊല്ലും. നമ്മുടെ കൂടെ തന്നെ ജോലിയെടുത്തൊരു സ്ത്രീ, അവർക്കന്ന് 10, 18, 19 വയസ്സേ ഉള്ളൂ. കൂട്ടബലാത്സംഗത്തിനിരയായി അവർക്കൊരു കുട്ടിയുണ്ടായി. അവർക്ക് ഇതുപോലെ മുഖേന എയ്ഡ്സ് വന്നു. ഇപ്പോൾ അവർ ജീവിച്ചിരിക്കുന്നുണ്ട്. ചുറ്റുമുള്ള രാജ്യങ്ങളിൽ പോലും അഴിമതിയുടെ കൂത്തരങ്ങാണ്. ഇവിടെ മാത്രം എങ്ങനെയാണ് ഈ അഴിമതി ഇത്രയും കുറയാൻ കാര്യം? ഒന്നാമത് ഇവരുടെ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എഫക്റ്റീവാണ്. അതായത് ഒരു ഏകാധിപതിയായിട്ട് നിൽക്കുമ്പോഴും ശക്തമായി ക്ലീനായ ഒരു ഭരണം നടത്താൻ വേണ്ടി ഈ പോൾ കഗാമെ അദ്ദേഹത്തിൻ്റെ ഭരണകൂടവും ഇച്ഛാശക്തിയോടെ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് എന്ന് പറയാം. പൂർണ്ണമായിട്ട് ഞാൻ ഏകാധിപതി എന്ന് ഞാൻ സമ്മതിക്കുന്നില്ല. ഇപ്പം നമ്മളൊരു വീട് വെച്ച് കഴിഞ്ഞാൽ വീടിൻ്റെ കോമ്പൗണ്ട് വാള് നമുക്ക് 1.5 മീറ്റർ അകത്തേക്ക് കയറ്റി പണിയാൻ പറ്റുള്ളൂ. ഈ 1.5 മീറ്റർ നമ്മൾ ഗാർഡനായിട്ട് നിർത്തണം. അത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് നമ്മുടെ തന്നെ ഉത്തരവാദിത്തമാണ്. ഓരോ കെട്ടിടത്തിൻ്റെ ഉടമയെ അവൻ്റെ മുൻഭാഗം സൗന്ദര്യവൽക്കരിച്ച് വൃത്തിയാക്കി ഇടേണ്ടത് ഉത്തരവാദിത്തമാണ്. ഇനി അവനത് ചെയ്തില്ല എന്ന് വിചാരിക്കുക, അതിന് വലിയ പെനാൽറ്റി ഉണ്ട്. എല്ലാ ലാസ്റ്റ് സാറ്റർഡേ ആളുകൾ ഒരു കമ്മ്യൂണിറ്റി ഇതിനകത്ത് കംപ്ലീറ്റ് ക്ലീനിങ്, അതായത് ആ ഗ്രാമം അവരുടെ ഗ്രാമോ അല്ലെ അവരുടെ സെക്ടറോ അല്ലെ അവരുടെ ഒരു ഏരിയ, പട്ടണത്തിലാണ് ഒരു ഏരിയ, അതെല്ലാ മാസവും ചെയ്യണം. ഇതിനകത്ത് എല്ലാവരും പങ്കെടുക്കണം. ഓക്കെ, നമ്മൾ ഈ ഫോറിനേഴ്സിനെ അവർ നിർബന്ധിക്കാറില്ല.